ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പ്യാഡ് IMO ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒരു ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് 4 വേരിയബിളിന്റെ ABCD എന്നീ വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: a + b = 7, c - d = 1, a + c = 10, b + d = 7. b + d = 7 ആണ്. b - d അല്ല, c - d = 1 ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ a, b, c and d ഈ 4 എണ്ണം നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം. വീഡിയോ പോസ് ചെയ്തിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് ഇത് സോൾവ് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, പ്രോബ്ലം ചെയ്തവരുണ്ടാകാം, പ്രോബ്ലം ചെയ്യാത്തവരുണ്ടാവാം. എങ്ങനെയായാലും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. a + b = 7 ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ടാണ് 4 ഇക്വേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുകയാണ്. അപ്പോൾ ഞാൻ എഴുതുകയാണ്. നോക്കൂ, a + b = 7, a + c = 10. a + b = 7, a + c = 10. നെക്സ്റ്റ് ഞാൻ എഴുതുകയാണ് b + d = 7, c - d = 1. ഓക്കെ, അപ്പൊ 4 ഇക്വേഷനെ ഒന്നിച്ചിട്ട് എഴുതിയിട്ട് ചോദ്യത്തിൽ നിന്ന് 4 വേറെ ആയിട്ട് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഈ ഇക്വേഷൻ നോക്കൂ, ഇവിടെ നമ്മൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് b - c നെ നമ്മൾക്ക് അവിടെ b - c എയും നമുക്ക് അവിടുന്ന് ക്യാൻസൽ ആയിട്ട് പോകും. ഒന്നിക്കിൽ ആ രീതി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ +d ഉണ്ട്, ഇവിടെ -d ഉണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യാതെ ആഡ് ചെയ്തിട്ട് അതിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഈ 2 ഇക്വേഷനുകളും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാണ്. ഈ ഇക്വേഷനുമാണ് ആഡ് ചെയ്യുന്നത്. നോക്കൂ, ബിയും സിയും ആഡ് ചെയ്താൽ, കൂട്ടിയാൽ ഒന്നും ആലോചിക്കേണ്ട, b + c തന്നെ എഴുതാനേ കഴിയുള്ളൂ. രണ്ട് വേരിയബിൾ ആണ്, ഏതാണ് വാല്യൂ എന്ന് നമുക്ക് അറിയില്ല. ഇനി +d-യും -d-യും കൂടെ ആഡ് ചെയ്താൽ നോക്കൂ, +3-യും -3-യും കൂടി ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 0. +4-ഉം -4-ഉം ആയാൽ നമുക്ക് കിട്ടുക 0 ആണ്. അപ്പൊ +d-യും -d-യും അതിന്റെ വാല്യൂ എന്തും ആയിക്കോട്ടെ, +d-യും -d-യും ആയാൽ നമ്മൾക്ക് കിട്ടുന്നത് എത്രയാണത്? 0 ആണ് വരിക. d നെഗറ്റീവ് ആയാലും d പോസിറ്റീവ് ആയാലും ഇതേമാതിരി പ്ലസും മൈനസും ആണ് എങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. ഇനി = 7 ഒന്നും കൂട്ടിയാൽ നമുക്ക് 8 കിട്ടും. അപ്പൊ b + c + 0 ആണ്. ഇത് 0 ആണ്, അല്ല 0 ആണ്. അപ്പോ ഇവയുടെ കൂടെ 0 കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? b + c = 8 എന്ന് എഴുതാം. എന്താ കാരണം? നോക്കൂ, 5ന്റെ കൂടെ 0 കൂട്ടിയാൽ 5 ആണ്, 3യുടെ കൂടെ 0 കൂട്ടിയാൽ 3 ആണ്. അപ്പൊ ആ നിയമം വെച്ചിട്ട് 0-ന് പേര് എന്ത് ആഡ് ചെയ്യുന്നോ അപ്പൊ റിസൾട്ട് വരിക ഈ ആഡ് ചെയ്യുന്ന ഈ നമ്പർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് b + c = നമുക്ക് എത്ര കിട്ടി? 8 എന്ന് പറയുന്ന ഒന്ന് നമുക്ക് കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ 2 ഇക്വേഷൻസ്, ഈ ഇക്വേഷനും ആഡ് ചെയ്യാൻ പോവുകയാണ്. എയും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 2a, പ്ലസ് ബിയും സിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് b + c നെ കിട്ടുള്ളൂ. b + c 7ഉം 10ഉം ആഡ് ചെയ്താൽ നമുക്ക് 17 എന്ന് കിട്ടും, 17 എന്ന് കിട്ടും. അപ്പൊ 2a + b + c = 17 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ നോക്കൂ, ഇവിടെ b + c 8 എന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയും b + c ഉണ്ട്. നോക്കൂ, എത്ര എളുപ്പം നോക്കിയാൽ. ഈ b + c-ക്ക് വരും ഈ b + c-യുടെ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ എന്ത് വരുന്നു? 2a + b + c-ക്ക് പകരം എഴുതുകയാണ് 8 എഴുതുകയാണ് = 17. അപ്പൊ 2a എന്ന് പറയുന്നത് നമ്മൾക്ക് എത്ര കിട്ടും? 17 -8 ആവും, അല്ലെങ്കിൽ -8 രണ്ട് ഭാഗത്ത് ആഡ് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം. 17 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2a = 9 ആയതുകൊണ്ട് a = 9/2 എന്ന് കിട്ടും. 9/2 നമ്മൾ ഡെസിമലിൽ എഴുതിയാൽ 4 പറയുന്ന ആൻസർ കിട്ടും.
ഓക്കെ, ഈ 2a + 8 +8 -8 എന്ന് പറയുന്നതിന് മറ്റൊരു രീതി നമുക്ക് ഉപയോഗിക്കാം. എന്ത് ഉപയോഗിക്കാം? 2a + 8 = 17 ആവുമ്പോൾ 2a + 8 നിന്ന് 8 കുറക്കുക. അപ്പൊ 17 എത്ര കുറച്ചാൽ മതി? 8 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2a + 8 8 പോയാൽ 0. അപ്പൊ 2a + 0 17 8 പോയാൽ നമുക്കറിയാം 9. അപ്പൊ 2a = 9 കിട്ടും. ഇനി ഈ രീതിയിൽ അപ്പുറം ഇപ്പുറം ഒരേ മാതിരി സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ വില കണ്ടുപിടിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ രീതി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ രീതി ഞാൻ ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ a = നമുക്ക് കിട്ടി 4.5. അതിന് ഞാൻ ആദ്യം എടുത്തു വെച്ചു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. a + b = 7 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതാൻ പോവുകയാണ്. നോക്കിക്കോളൂ. a + b = 7. അതിൽ a യുടെ വാല്യൂ എത്ര? 4.5. അപ്പൊ 4.5 + b = 7. അതിൽ നിന്ന് നമുക്ക് ആരെ കിട്ടും? b = എന്തെഴുതാ? 7 - 4.5. 7 4 കുറച്ചാൽ നമുക്ക് 3 ആണെന്നറിയാം. 7 4 കുറച്ചാൽ 3 ആണെന്നറിയാം. അപ്പൊ 7 4.5 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്ര? 2.5. ശ്രദ്ധിക്കണം, 2.5. അപ്പൊ b = കിട്ടി 2.5. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ ഇവിടെ കിട്ടി. മൂന്നാമത്തെ നമുക്ക് എഴുതാം. a + c = 10 ആണ്. അപ്പൊ ഇവിടെ ഞാൻ എഴുതുകയാണ് a + c = 10. a യുടെ വാല്യൂ എഴുതുക. എന്താ? 4.5. അപ്പൊ 4.5 + c = 10. അപ്പൊ c നമുക്ക് എന്ത് കിട്ടും? 10 - 4.5. 10 4 കുറച്ചാൽ നമുക്കറിയാം 6 ആണ്. അപ്പൊ 10 - 4 6 ആണ്. അപ്പൊ 10 - 4.5 കുറച്ച് നമുക്ക് കിട്ടും 5.5. അതായത് 5.5 എന്ന് പറയുന്ന ആൻസർ ആരെ കിട്ടി? സിനെ കിട്ടി. ഇനി നമുക്ക് നോക്കുക. b + d = 7 ഉണ്ട്. നോക്കൂ, b + d = 7 ആണ് ഇക്വേഷൻ. b യുടെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? 2.5. അപ്പൊ ഇവിടെ ഞാൻ എഴുതാം 2.5 + d = 7. അപ്പോൾ d = നമുക്ക് കിട്ടും 7 - 2.5. 7 2 കുറച്ചാൽ 7 - 2 5 ആണ്. 7 - 2.5 ആകുമ്പോൾ അതിൽ നിന്ന് വീണ്ടും 0.5 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും d = 4.5. അപ്പോൾ d = 4.5. a b c a b c d ആണ് കണ്ടുപിടിക്കേണ്ടത്. a യുടെ വാല്യൂ 4.5, b യുടെ വാല്യൂ 2.5, c 5.5, d 4.5. ഇനി നമുക്ക് ഒന്ന് വേണം ചെക്ക് ചെയ്ത് നോക്കാം. a + b = 7 ആണ്. a യുടെ വാല്യൂ നോക്ക്, a യുടെ വാല്യൂ 4.5. ഇതിന്റെ മേലെ ഞാൻ എഴുതുകയാണ് 4.5 പ്ലസ് b യുടെ വാല്യൂ 2.5 ആണ് പ്ലസ് 2.5. നോക്ക്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4ഉം 2ഉം കൂട്ടിയ 6 ആണ്. 0.5 1 ആണ്. അപ്പൊ 6 + 1 നമുക്ക് കിട്ടും 7. അങ്ങനെ കൂട്ടാനാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ എഴുതാം. 4.5 + 2.5 നമുക്ക് കിട്ടും 5 5 10. ബാക്കി 1 4 3 2 7. 7.0. 7.0 എന്ന് പറഞ്ഞാൽ മീനിങ് എത്രയാണ്? 7 തന്നെയാണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി കിട്ടിയ വാല്യൂസ് ഓരോന്നിലും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അതിന്റെ വാല്യൂ അത് തന്നെ എന്ന് നോക്കാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് ഇവിടെ 4 ഇക്വേഷൻസിനെ ഒന്നിച്ചിട്ട് തന്നിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഒന്നിച്ച് തന്നതിൽ നിന്ന് നമ്മൾ ഡിഫറെന്റ് ഇക്വേഷൻ, വ്യത്യസ്ത ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് നമ്മൾ ഓരോന്നിന്റെയും വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ ചോദ്യവുമായി വീണ്ടും കാണാം. ബൈ.